അതുകൊണ്ട് അല്ലമീൻ, ഞാനിപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റുമായി സംസാരിച്ചപ്പോൾ നമുക്ക് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക എന്ന കാര്യം ഒന്ന് ചോദിച്ചിരുന്നു. അല്ലമീൻ, അറിയേണ്ട രണ്ട് കാര്യങ്ങൾ. ഈ പ്രദീപിന് ഇന്ന് മറ്റേതെങ്കിലും ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് അവൈലബിൾ ആണോ? ആണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കൊടുത്താൽ ഇന്ന് യാത്ര ചെയ്യാൻ കഴിയുമോ? നമ്പർ 1. നമ്പർ 2, അദ്ദേഹത്തിൻ്റെ സ്പോൺസറുമായി നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? അങ്ങനെ സ്പോൺസറുമായി സംസാരിച്ച് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്പർ 2 ഓപ്ഷൻ. നമ്പർ 3, അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് ഇല്ലെങ്കിലും കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. അങ്ങനെ പോയാൽ അദ്ദേഹത്തിന് ജോലിക്ക് കയറാൻ കഴിയുമോ? ഈ 3 കാര്യങ്ങൾ പ്രദീപിനോടൊന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. അല്ലമീൻ, എന്താണ് സാധ്യത? തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ഫോണിലാണ്. അതിൽ അരുൺ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ സ്പോൺസറുമായി സംസാരിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അതിനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സ്പോൺസറുടെ നമ്പറൊക്കെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ആളിപ്പോൾ അയച്ചു കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ നിന്നത് വോയിസ് നോട്ട് കേട്ടിട്ടാണ് അത് ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. പക്ഷേ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ആ വിളിച്ച ആൾ തന്നെ പറയുന്നത് പക്ഷേ പ്രദീപേട്ടനോ അല്ലെങ്കിൽ അവിടെ ആ അർബാബിന് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വിളിച്ച് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എയർപോർട്ട് അധികൃതരെ കൊണ്ട് തന്നെ ഒന്ന് സംസാരിപ്പിക്കൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹത്തെ ഇതുവരെ പക്ഷേ കോളിൽ വിളിച്ച് കിട്ടിയിട്ടില്ല. ഇന്ന് വിമാനമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നോക്കാം. അദ്ദേഹം മറ്റൊരു ആരോ വിളിച്ച് കാണാം. നിരന്തരം അദ്ദേഹം പലരെയും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പലരെയും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. അദ്ദേഹം ഫോൺ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കോളാണെന്ന് തോന്നുകയാണ്, അത് ഒഴിവാക്കാനും പറ്റത്തില്ല. അദ്ദേഹം ആ ഒരു ഓരോ ഫോൺ കോളും വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വഴി മുടങ്ങില്ല, യാത്ര മുടങ്ങില്ല എന്നുള്ള സന്തോഷാർത്ഥം നമുക്ക് അദ്ദേഹത്തിലേക്ക് പങ്കുവയ്ക്കാം. അത് പ്രദീപേട്ടനെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിലായിരിക്കില്ല ഒരു ആശ്വാസം പകരുക എന്നുള്ളത് ഏറെ പ്രധാനം തന്നെയാണ്. നമുക്ക് എയർപോർട്ട് അധികൃതരോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ എയർ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ന് മസ്കറ്റിലേക്ക് പോകാൻ വേറെ ഫ്ലൈറ്റ് ഉണ്ടോ? എയർ ഇന്ത്യ അല്ലാതെ വേറെ ഫ്ലൈറ്റ് ഇല്ല? ഒമാൻ എയർ ഇന്നുണ്ടോ? മറ്റു ഫ്ലൈറ്റുകൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നമുക്ക് പ്രദീപേട്ടനോട് ചോദിച്ചോക്കാം. പ്രദീപേട്ട, ഈ മറ്റ് വിമാനങ്ങളിൽ പോകാനുള്ള സംവിധാനമല്ലോ തിരക്കിയിരുന്നു. ഇന്ന് വേറെ ഏതെങ്കിലും ഇവിടെ നിന്ന് മസ്കറ്റിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ഉണ്ടോ? നോക്കിയോ? അവർ പറയുന്ന അങ്ങനെ ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് എങ്ങനെ ഫ്ലൈറ്റ് കിട്ടിയാൽ പോകാൻ സംവിധാനം ഉണ്ടാവുമോ? കൊച്ചിയിൽ നിന്ന് പോയാലും എനിക്ക് അതുവരെ പോകാനുള്ള മാർഗം ബുദ്ധിമുട്ടാണ്, പോയി വരാൻ ബുദ്ധിമുട്ടാണ്. ഈ അർബാബായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവിടെ നിന്ന് എഞ്ചിനീയർ വിളിച്ചായിരുന്നു. ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ് അത് നിങ്ങൾ 15-ാം തീയതിയിലോട്ട് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അത്രയും അവിടെ ദിവസം കൂടുന്തോറും ഫൈൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. അതായത് ഇറങ്ങാൻ താമസിക്കുന്നതിനെ കൊണ്ട് അവർ പ്രൊസീജിയർ ചെയ്യുന്നതിന് ഇത് ഫൈൻ ആവുമെന്നാണ് പറയുന്നത്. ഓരോ ദിവസത്തിനും ഫൈൻ ആവുന്നോ? ഓരോ ദിവസത്തിന്. എത്ര രൂപയാവട്ടെ അത്? അത് അറിയത്തില്ല. അത് അവർക്ക് അർബാബിനെ അറിയാവൂ. അർബാബ് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇന്ന് ഇറങ്ങിയില്ലെങ്കിലും മറ്റൊരു ദിവസം ഇറങ്ങാൻ പറ്റുന്ന ക്രമീകരണം ചെയ്യാൻ അർബാബ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫൈൻ കൊടുക്കേണ്ടി വരും. അത് അവരുടെ അടുത്ത് എഞ്ചിനീയർ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. തീരുമാനമായോ അത്? അല്ല, ഇത് ഇങ്ങനെ ഫൈൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫൈൻ അവർ തരേണ്ടതാണ്. എയർ ഇന്ത്യക്കാർ കൊടുക്കുമോ എന്നൊരു സംസാരിക്കുന്നത്. ഓക്കെ, കാരണം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം അർബാബിനോട് അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയർ സംസാരിച്ചു. കൺസ്ട്രക്ഷൻ മേഖലയാണ് പ്രദീപേട്ടൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഓരോ ദിവസവും 15-ാം തീയതി എന്നാണോ ഇവർ ടിക്കറ്റ് കൊടുക്കുന്നത് ആ ദിവസം വരെ പിഴ ഈടാക്കേണ്ടി വരും. ആ പിഴ കൊടുക്കാൻ എയർ ഇന്ത്യ അധികൃതർ തയ്യാറാണെങ്കിൽ അവധി നീട്ടിക്കൊടുക്കാമെന്ന് അർബാബ് സമ്മതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയർ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ആ എഞ്ചിനീയർ ഇപ്പോൾ എയർ ഇന്ത്യ അധികൃതരുമായി സംസാരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. നേരത്തെ എയർ ഇന്ത്യയുടെ കൗണ്ടറിലുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ ഫോണും കൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പുള്ളിയുടെ എഞ്ചിനീയർ മറ്റേ വിളിച്ചിരുന്നു മാഡം? അതിനോട് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇവിടെ ജീവനക്കാരൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഗണിച്ച് തന്നെയാണ് അവർ സമരത്തിലേക്ക് പോകുന്നത്. പക്ഷേ പലപ്പോഴും യാത്രക്കാർ ഉൾപ്പെടെ വന്ന് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഒരു മനോഭാവം അതുകൂടി ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. നേരത്തെ ഇന്നലെ യാത്രക്കാർ വന്ന് ഈ റീഫണ്ടിന്റെ നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയല്ലേ അവരോട് ചെല്ലുന്നത്, അവരെ കുറ്റപ്പെടുത്താനല്ലല്ലോ. എന്നിട്ടും യാത്രക്കാരോട് നമ്മളോട് ഒക്കെ ഇവരുടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫാണ്. പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണണം. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി അവരുടെ അടുത്തൊന്ന് ചോദിക്കും, എന്താണ് അവർക്ക് ഇത് മറുപടി പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഈ ഒരു സാധാരണ യാത്രക്കാരൻ്റെ ജീവിത പ്രശ്നമാണ്. അയാളുടെ വിസ തീർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അയാളെ സഹായിക്കാൻ നമ്മളടക്കമുള്ളവർ മുന്നോട്ട് വരുമ്പോൾ പോലും എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് സ്റ്റാഫിലെ ഈ കരാർ ജീവനക്കാരായിട്ടുള്ള ജീവനക്കാരുടെ ആറ്റിറ്റ്യൂഡാണ്. ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിനെ വെച്ചുകൊണ്ട് ഈ സ്ഥാപനം എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതാണ് അത്യന്തം നിർഭാഗ്യകരമാണ്. നോക്കൂ, ഒരാളും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. നമുക്കറിയേണ്ടത് ഈ ചെറുപ്പക്കാരൻ്റെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എയർ ഇന്ത്യയുമായി നിങ്ങൾ സംസാരിച്ചോ? എത്ര രൂപയാണ് കൊടുക്കുക? നിങ്ങൾ കൊടുക്കുമോ? ഇല്ലെങ്കിൽ മറ്റുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കാം. ആ ചെറുപ്പക്കാരൻ്റെ ജോലി നഷ്ടപ്പെടരുത്, അതുമാത്രമാണ് നമുക്ക് വേണ്ടത്. ആ കാര്യത്തിൽ ഈ എയർ ഇന്ത്യയിലെ സ്റ്റാഫിനോട് സംസാരിക്കാൻ അല്ലമീൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നോക്കൂ. ഇതാണ് എയർ ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ ഈ സ്ഥാപനമൊക്കെ എങ്ങനെ കളിച്ചു പിടിക്കും? നോക്കൂ, ദേ ആർ നോട്ട് റിയാക്ടിങ്. അവർ സംസാരിക്കുന്നില്ല. ക്യാമറ ഒന്ന് അവരുടെ അടുത്തേക്കൊന്ന് കൊടുത്താൽ നന്നായിരിക്കും. മേഡം ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാ, ക്യാമറയിൽ സംസാരിക്കണ്ട, എല്ലാ പേഴ്സണലി ചോദിക്കാൻ വേണ്ടിയാ.
മേഡം പുള്ളിക്ക് പകരം യാത്രാ സംവിധാനം നമ്മൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിനുള്ള സംവിധാനം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലൈറ്റ് ഉണ്ടോ നിങ്ങളുടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് യാത്രയ്ക്കുള്ള ക്രമീകരണം നമ്മളെ ഏർപ്പെടുത്തി കൊടുക്കാൻ, ചാനൽ ഏർപ്പെടുത്തി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ പറയുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ എന്താ വകുപ്പ് എന്നുള്ളത്. അതിനുള്ള വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. ആ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പറയേണ്ടതില്ല. കാര്യം പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകാതെ ഇന്നലെ മുതൽ പല യാത്രക്കാരും ഇവിടെ ഇവർക്ക് എയർ ഇന്ത്യ മാനേജ്മെന്റുമായിട്ടോ നേരിട്ട് ബന്ധമില്ലാത്ത ഇവർ താൽക്കാലിക ജീവനക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇങ്ങനെയാണോ ഇത്തരം സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരെ ഗ്രൗണ്ട് ഡ്യൂട്ടി ഓപ്പറേഷൻസിന് നിയോഗിക്കുക, ഈ ഫ്രണ്ട് ഓഫീസിലേക്കൊക്കെ ഇവരെ നിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ്. അയാൾ നിന്ന് വിളിക്കാൻ, അയാൾ നിന്ന് വീർക്കുന്നത് നമുക്ക് കാണാം. ആ ചെറുപ്പക്കാരനെ സഹായിക്കാൻ വേണ്ടി ആളുകൾ രംഗത്ത് വരുമ്പോൾ ഈ ഇത്തരം ആറ്റിറ്റ്യൂഡാണ് ഈ എയർപോർട്ടുകളിൽ നിന്നുണ്ടാവുന്നത്. ഇന്നലെ കഴിഞ്ഞ 48 മണിക്കൂറായ എയർ ഇന്ത്യയുടെ വിവിധ സ്റ്റാഫുകളിൽ നിന്ന് യാത്രക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള വളരെ മോശം അനുഭവമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏറ്റവും മോശം അനുഭവം ഇപ്പോൾ യാത്രക്കാർക്ക് നൽകുന്ന ഒരു ബ്രാൻഡായി മാറി. എഞ്ചിനീയർ വിളിച്ചായിരുന്നു, അറബാവിനെ വിളിച്ച് അരുൺ അർബാബുമായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്തായിട്ടാണ് പറയുന്നത്? അത് ഇവിടെ നിന്ന് അവർ പറയും കണക്ക് 15-ാം തീയതിയുള്ള ഡേറ്റ് ഇട്ട് ടിക്കറ്റ് വാങ്ങാൻ പറയുന്നു. വാങ്ങിച്ചതിന് ശേഷം അർബാബ് അവിടെ റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നടക്കോ ഇല്ലെന്നുള്ള കാര്യം അവർക്ക് സംശയമാണ് എന്ന് പറയുന്നു. ആർക്ക് സംശയം എന്ന് പറഞ്ഞാൽ അവിടെ അർബാബിന് ശ്രമം നടത്താം, പക്ഷേ ഉറപ്പില്ല എന്നുള്ളതാണ്. തുലാസിലാണ് അരുണെ. എന്തായാലും ഒരു ശ്രമം നടത്താമെന്ന് പറയുന്നു. പക്ഷേ എത്ര കണ്ട് ഫലം കാണുമെന്നുള്ള കാര്യത്തിൽ അവർക്കും ഉറപ്പില്ല. കാരണം ഈ 15-ാം തീയതി ഡേറ്റ് ഇട്ട് കൊടുത്താലും 15-ാം തീയതി ഈ സർവീസുകൾ പുനരാരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ എയർ ഇന്ത്യക്ക് ഉറപ്പില്ല. കാരണം ഇന്നലേക്ക് വന്ന് പല ആളുകൾക്കും 13-നും 14-നും ഒക്കെ അവർ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് അന്നത്തേക്ക് വരൂ, നോക്കാം, ഉറപ്പില്ല എന്ന് പറഞ്ഞാണ്. നമുക്ക് കൂടി ഏറ്റെടുക്കാമെന്ന് തോന്നുന്നു അല്ലമീൻ. നമുക്ക് 15-ാം തീയതി വരെ എന്തായാലും സാവകാശം കിട്ടിയ സ്ഥിതിക്ക് ഇതിനിടയ്ക്ക് എയർ ഇന്ത്യ അല്ലെങ്കിൽ മറ്റൊരു ഫ്ലൈറ്റിൽ നമുക്ക് പ്രദീപിനെ മാസ്കറ്റിലേക്ക് അയക്കാം. അല്ലമീൻ, നമുക്കത് ഏറ്റെടുക്കാം. അല്ലമീൻ, എന്തായാലും പ്രദീപിന്റെ വിഷമം നമുക്ക് മാറ്റാം എന്ന് തോന്നുന്നു. എന്തായാലും ആ വിഷയത്തിൽ ആ ഒരു സന്തോഷ വാർത്ത പ്രദീപേട്ടനൊന്ന് തുറന്നു പറയാം ചേട്ടാ. അതിലും യാത്ര മുടങ്ങാതിരിക്കാൻ വേണ്ടി റിപ്പോർട്ടർ TV ചേട്ടന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 15-ാം തീയതി ഇനി പോകാൻ പറ്റിയില്ലെങ്കിൽ മറ്റു ഫ്ലൈറ്റിൽ 15-ാം തീയതി വരെ കുഴപ്പമില്ലല്ലോ, അത് ടിക്കറ്റ് മാറ്റി തരാമെന്നല്ലേ പറയാം. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ നമ്പർ തരാം. അതിനിടയ്ക്ക് പോകാൻ പറ്റില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് മറ്റു ഫ്ലൈറ്റിലായിരുന്നാലും ഇപ്പോൾ കൂടിയ എമൗണ്ടാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, അതൊരു വിഷമമായിട്ട് കാണണ്ട. റിപ്പോർട്ടർ TV മാനേജ്മെൻറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാണ്, അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട. പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ യാത്ര മുടങ്ങാതെ ജീവിതത്തിന് മേൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാത്ത രീതിയിൽ റിപ്പോർട്ടർ TV ഏറ്റെടുക്കാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു ഫ്ലൈറ്റിലായിരുന്നു ടിക്കറ്റ് എടുത്ത് യാത്രയാക്കുന്നത്. സന്തോഷമായി. ഓക്കെ പ്രദീപ്, അപ്പോൾ സന്തോഷമായിട്ട് തിരിച്ചു പോകോളൂ. വളരെ സന്തോഷമായിരിക്കും ചാനലിനോട്. താങ്ക് യു അല്ലമീൻ്റെ ആ ഇടപെടൽ ഫലം കണ്ടു. അല്ലമീൻ, നമുക്ക് ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ എങ്കിലും ഈ എയർ ഇന്ത്യയിലെ ഈ റിസപ്ഷനിൽ നിൽക്കുന്ന ഈ ഗ്രൗണ്ട് ഡ്യൂട്ടി സ്റ്റാഫിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, അത് ഇത്തരം ബുദ്ധിമുട്ടൊക്കെ നേരിടുമ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ജോലി സന്തോഷകരമായിട്ട് ചെയ്യാൻ കഴിയുക?